എന്താണ് നടക്കാൻ പോകുന്നത്? പറയൂ പറയൂ. ഞാൻ മാത്രം സംസാരിക്കില്ല, നിങ്ങളും സംസാരിക്കണം. പക്ഷേ എൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടേ സംസാരിക്കാവൂ. എന്താണ് നടക്കാൻ പോകുന്നത്? പറയൂ. പ്രവേശനോത്സവം. എന്താ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ? സ്കൂളിലേക്കെന്നല്ല. പ്രവേശനോത്സവം എന്ന് പറഞ്ഞാൽ എന്താ? എവിടോട്ടേലും ഒന്ന് കയറുക, അതിനാണ് പ്രവേശനം എന്ന് പറഞ്ഞാൽ. ഇവിടെയോ സ്കൂൾ പ്രവേശനമാണ്. നിങ്ങളിൽ എല്ലാവരും അംഗൻവാടിയിലോ നഴ്സറിയിലോ ഒക്കെ പഠിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നത്. പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എവിടെയാണ് എത്രയിലാണ് തുടങ്ങുന്നത്? 1-ൽ. ഒന്നിനെ കുറിച്ച് കുഞ്ഞുണ്ണി മാഷ് പാടിയ ഒരു പാട്ടുണ്ട്, അത് ഞാൻ പാടിക്കും. ഇടയ്ക്ക് പറഞ്ഞോട്ടെ, പ്രവേശനോത്സവത്തിന് പാടാനുള്ള പാട്ടൊക്കെ തന്നിട്ടുണ്ട്. ഒത്തിരി നീളം കൂടുതലാണ്. അതിൻ്റെ CD ഇട്ട് വർക്ക് ചെയ്തില്ല. അതിട്ട് വർക്ക് ചെയ്ത് ഈ ആഴ്ച നിങ്ങളെ പാട്ട് ഞാൻ പഠിപ്പിച്ചിരിക്കും. ഓക്കെ, നമുക്ക് വേറെ പാട്ട് പാടാം. അപ്പോൾ നമ്മുടെ സംസ്ഥാനം ഏത് സംസ്ഥാനം? കേരള സംസ്ഥാനത്തിലെ ജൂൺ 3 എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഉത്സവത്തിൻ്റെ ദിവസമാണ്. എന്തിൻ്റെ ദിവസമാണ്? ഉത്സവത്തിൻ്റെ ദിവസമാണ്. ഉത്സവത്തിന് എന്തൊക്കെ ഉണ്ടാവും? എന്ത് പറയൂ? മാല, വളകൾ, സമ്മാനങ്ങളൊക്കെ ഉണ്ടാവും. മാലയും വളയൊക്കെ നിങ്ങൾ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്, അത് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. പക്ഷേ സാറിപ്പോൾ നിങ്ങൾക്ക് സമ്മാനം തരും. നമ്മുടെ സ്കൂളിലെ സമ്മാനം എന്തൊക്കെ ഉണ്ടെന്ന് അറിയാവോ? 8 കൂട്ടമുണ്ട് സമ്മാനങ്ങൾ. ആദ്യം അതങ്ങ് പറയാം. 8 കൂട്ടം സമ്മാനങ്ങളുണ്ട്. എന്തോ പാട്ട് പഠിച്ചിട്ട് ഉണ്ടെന്നാണോ? റെഡി? എങ്കിൽ നമുക്ക് അവതരിപ്പിക്കാം. വളരെ സന്തോഷം. അപ്പോൾ ഞാൻ എൻ്റെ വക ഒരു പാട്ടുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ പാട്ടല്ല, കുഞ്ഞിൻ്റെ ഭാഷണേ, നമുക്കത് പാടാം. 8 കൂട്ടം സമ്മാനങ്ങളുണ്ട്. 1-ാം ക്ലാസ്സുകാർക്കാണ് ഏറ്റവും സമ്മാനം. അവർക്ക് ഈ സമ്മാന പൊതി അങ്ങ് തരികയാണ്. അപ്പോൾ എണ്ണം പറയാൻ പോകുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല. അതിനകത്ത് ഞാനും എൻ്റെ മക്കളും കൂടെ പാക്ക് ചെയ്തത്. ആർക്കെങ്കിലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയണോ, അത് തരാം. ഒരു കഥാപുസ്തകമുണ്ട്, ചിത്രപുസ്തകം. ഇഷ്ടമാണോ? കുറുക്കൻ്റെയും സിംഹത്തിൻ്റെയൊക്കെ കഥാപുസ്തകമുണ്ട്. എഴുതാൻ പെൻസിലുണ്ട്. 1-ാം ക്ലാസ്സുകാർക്കാ. മായ്ക്കാൻ റബ്ബറുണ്ട്, ഇറേസർ എന്ന് പറയുന്നത്, തുടയ്ക്കുന്ന റബ്ബർ, ഇറേസറുണ്ട്. പിന്നെ ക്രയോൺസ് ഉണ്ട്, ചായ ഒടിക്കാൻ. ഇപ്പോൾ എത്രയായി? പേരെഴുതി ഒട്ടിക്കാൻ നെയിം സ്ലിപ്പുണ്ട്. എത്രയായി? മിഠായി തരും, പായസം തരും. ഒന്നുകൂടെ ഉണ്ട്. അതെന്താണെന്ന് അറിയാവോ? എന്താണത്? സൂക്ഷിച്ചില്ലെങ്കിൽ പൊട്ടും. ബലൂൺ. പേടിച്ചു ആരേലും? ഇവിടെ ഇങ്ങനെ നാക്കി എന്തിനാ? ബലൂൺ തരും. അപ്പോൾ എത്ര ആയി? 8 കൂട്ടം. 1-കാർക്ക്. ബാക്കി കൂട്ടുകാർക്കൊക്കെ 3 കാര്യങ്ങളേ ഉള്ളൂ. 4-മൊരു വലിയ സമ്മാനമുണ്ട്. ടീച്ചറെ, ആ പുസ്തകം എടുത്തേക്കണേ. പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്, അതാ ഏറ്റവും വലിയ സമ്മാനം. അപ്പോൾ പ്രവേശനോത്സവം നമ്മൾ ആരംഭിക്കുകയാണ്. കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും ഇന്ന് ഉദ്ഘാടനം നടക്കുകയാണ്. ഇവിടെ